കുട്ടികളെ, ദീപാവലിക്ക് വിളക്ക് തെളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിലുടനീളമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഈ മനോഹരമായ പ്രകാശോത്സവം ആഘോഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ദീപാവലിയുടെ കഥയും അർത്ഥവും നമുക്ക് മനസ്സിലാക്കിയാലോ? ദീപാവലി എന്താണ്? ദീപാവലി എന്നാൽ വിളക്കുകളുടെ ഒരു നിര എന്നാണ് അർത്ഥമാക്കുന്നത്. ആളുകൾ തങ്ങളുടെ വീടുകളിൽ വെളിച്ചവും സന്തോഷവും നിറയ്ക്കാൻ ദിയകൾ എന്നറിയപ്പെടുന്ന ചെറിയ എണ്ണ വിളക്കുകൾ കത്തിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഹിന്ദുക്കൾ, ജൈനന്മാർ, സിഖുകാർ, ബുദ്ധമതക്കാർ എന്നിവർ ഇത് ആഘോഷിക്കുന്നു. ദീപാവലി എന്തിനാണ് ആഘോഷിക്കുന്നത്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാരണങ്ങളാൽ ദീപാവലി ആഘോഷിക്കപ്പെടുന്നു. എന്നാൽ എല്ലാ കഥകളും ഒരേ സന്ദേശം പങ്കിടുന്നു: ഇരുട്ടിനുമേൽ വെളിച്ചത്തിൻ്റെയും തിന്മയ്ക്കുമേൽ നന്മയുടെയും വിജയം. ഉത്തരേന്ത്യയിൽ 14 വർഷത്തെ വനവാസത്തിനുശേഷം ശ്രീരാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയതിനെ ആളുകൾ ആഘോഷിക്കുന്നു. രാവണനെ പരാജയപ്പെടുത്തിയ ശേഷം അവരെ സ്വാഗതം ചെയ്യാൻ ആളുകൾ വിളക്കുകളുടെ നിരകൾ കത്തിച്ചു. ദക്ഷിണേന്ത്യയിൽ നരകാസുരൻ എന്ന അസുരനുമേൽ ഭഗവാൻ കൃഷ്ണൻ നേടിയ വിജയത്തെയാണ് ദീപാവലി അടയാളപ്പെടുത്തുന്നത്. ഈ കഥ നന്മയുടെയും സത്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വിജയത്തെ കാണിക്കുന്നു. ജൈനമതക്കാർക്ക് ദീപാവലി മഹാവീരൻ നിർവാണം ആത്മീയ വിമോചനം നേടിയ ദിവസമാണ്. സമാധാനം, ആത്മനിയന്ത്രണം, അറിവ് എന്നിവ ഓർമ്മിക്കേണ്ട ദിവസമാണിത്. ആളുകൾ ദീപാവലി ആഘോഷിക്കുന്ന വിധം ഇന്ത്യയിലുടനീളം ആളുകൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആഘോഷിക്കുന്നു. അവരുടെ വീടുകൾ വൃത്തിയാക്കി അലങ്കരിക്കുക, നിറങ്ങളും പൂക്കളും കൊണ്ട് രംഗോളി ഡിസൈനുകൾ വരയ്ക്കുക, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക, മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും പങ്കിടുക, വിളക്കുകളും പടക്കങ്ങളും സുരക്ഷിതമായി കത്തിക്കുക. ദീപാവലിയുടെ സന്ദേശം. ദീപാവലി നമ്മെ പഠിപ്പിക്കുന്നത് വെളിച്ചം എപ്പോഴും ഇരുട്ടിനെ ജയിക്കുന്നു, നന്മ എപ്പോഴും തിന്മയെ ജയിക്കുന്നു, സ്നേഹവും ദയയും ലോകത്തെ പ്രകാശമാനമാക്കുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്തും സന്തോഷം പരത്തിയും നിങ്ങളുടെ ആന്തരിക പ്രകാശം പ്രകാശിപ്പിക്കട്ടെ.